അൽഹംദുലില്ലാ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ അൽഹംദുലില്ലാ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ റമദാൻ മാസത്തിലേക്ക് പ്രവേശിക്കുകയും ചില ദിനങ്ങളും രാത്രികളും നമ്മൾ പിന്നിട്ടു. നമ്മുടെ നോമ്പും നമ്മുടെ ആരാധനയും നമ്മുടെ ആരാധനകളും നമസ്കാരം, നമ്മുടെ ഖുർആൻ പാരായണം, ഇതെല്ലാം തന്നെ നാളെ പരലോകത്ത് നമുക്ക് വിജയം കരഗതമാകാൻ സഹായിക്കുന്നതോടൊപ്പം നമ്മുടെ ഈ ലോകത്തുള്ള ജീവിതത്തിൽ നമ്മെ തന്നെ മലീമസമായ സാഹചര്യങ്ങളിൽ നിന്ന് വിമുക്തമാക്കിക്കൊണ്ട് നന്മയുടെ പാതയിലേക്ക് നയിക്കുവാൻ സഹായിക്കുന്ന ഒന്നാണ് പ്രത്യേകിച്ച് റമദാൻ മാസത്തിലെ ഈ വ്രതാനുഷ്ഠാനം. അല്ലാഹു സുബ്ഹാനഹു വ തആലയെക്കുറിച്ചുള്ള സൂക്ഷ്മതാബോധവും സ്വന്തത്തോടും അതോടൊപ്പം തന്നെ ചുറ്റും ജീവിക്കുന്ന ജനങ്ങളോടുള്ള നന്മയിൽ വർദ്ധിക്കുവാനുള്ള ഒരു മാനസികാവസ്ഥയും കൂടെ ഇത്തരത്തിലുള്ള നോമ്പിലൂടെ നമ്മൾ നേടിയെടുക്കാറുണ്ട്. നാവിനെ സൂക്ഷിക്കലും നാളെ പരലോകത്ത് റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ സന്തോഷവാന്മാരുടെ സൗഭാഗ്യവാന്മാരുടെ ആ സ്വർഗീയ ലോകത്തേക്ക് അനയിക്കപ്പെടാൻ ഇത്തരത്തിലുള്ള കർമ്മങ്ങൾ നമ്മൾ ജാഗരൂകരാകുന്നതും അത്തരത്തിൽ ആത്മാർത്ഥതയോടുകൂടി അതിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ഈ കർമ്മങ്ങളെ സ്വീകരിക്കുമാറാകട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ റമദാൻ പുണ്യങ്ങളുടെ അതോടൊപ്പം പാപമോചനത്തിൻ്റെ സ്വർഗകവാടങ്ങൾ തുറക്കപ്പെടുന്ന, നരകകവാടങ്ങൾ അടയ്ക്കപ്പെടുകയും പിശാചുക്കൾ ബന്ധിക്കപ്പെടുകയും വിശുദ്ധ ഖുർആൻ അവതീർണമായ മാസം, അതുപോലെ തന്നെ എല്ലാ രാത്രിയിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് മനുഷ്യരെ മോചിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക പുണ്യമുള്ള മാസമാണ് റമദാൻ. ഇതേ മാസത്തിൽ തന്നെയാണ് ഒരു പുരുഷായുസ് കൊണ്ട് നേടിയെടുക്കാൻ കഴിയുന്നതിനേക്കാൾ കർമ്മങ്ങൾ നൽകപ്പെടുന്ന ഒരു പ്രത്യേക രാവ് ലൈലത്തുൽ ഖദറിൻ്റെ രാത്രി എന്ന് നമ്മളെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. സഹോദരങ്ങളെ, നമ്മൾ ഏകദേശം ആ ലൈലത്തുൽ ഖദറിലേക്കുള്ള രാവിലേക്കുള്ള പ്രയാണത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഞാനും നിങ്ങളും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ആ രാവ് കിട്ടുവാനും ആ രാവ് കരഗതമായി കഴിഞ്ഞാൽ ചൊല്ലേണ്ടതുണ്ട് എന്ത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥന ഞാനും നിങ്ങളും ഹൃദ്യസ്ഥമാക്കുകയും അതിൻ്റെ അർത്ഥതലങ്ങളിലൂടെ അത് ഉൾക്കൊണ്ട് ആ രാവിൽ പറയാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. ഒറ്റപ്പെട്ട രാവിലായിരിക്കും അവസാനത്തെ 10 ഒറ്റപ്പെട്ട രാവുകളിലാണ് ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രതീക്ഷിക്കുന്ന രാവുകളിൽ നമ്മൾ പറയേണ്ടത് അല്ലാഹുമ്മ ഇന്നക അഫൂവൻ തുഹിബ്ബുൽ അഫ്വ അന്നി എന്ന് നമ്മൾ പറയാൻ വേണ്ടി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഇവിടെ നിങ്ങൾ പല പ്രഭാഷണങ്ങളും കേട്ടിട്ടുണ്ടാവും. പലതും റമദാൻ്റെ പുണ്യങ്ങളെക്കുറിച്ചും മഹത്വങ്ങളെക്കുറിച്ചും അതിൽ കരുതേണ്ടതെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഞാൻ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് വിശുദ്ധ ഖുർആൻ അവതീർണമായ മാസമാണല്ലോ റമദാൻ. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ബഖറയിലെ 2-ാമത്തെ അധ്യായത്തിലെ 35 മുതൽ 39 വരെയുള്ള വചനങ്ങൾ നമ്മളുടെ ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ഈ ലോകത്തേക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരായിരുന്നില്ല, മറിച്ച് നമ്മുടെ പിതാമഹൻ ആദം അലൈഹിസ്സലാം, ഹവ്വ, അതേപോലെ ആദ്യ പിതാവും ആദ്യ മാതാവും അവരിൽ നിന്ന് പിന്നീട് ഈ ഭൂമിയിലേക്ക് വരപ്പെട്ടവരാണ് നമ്മൾ. അവർ സ്വർഗത്തിലായിരുന്നു. അതിനെക്കുറിച്ചൊരു പരാമർശം വിശുദ്ധ ഖുർആനിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് സൂറത്ത് ബഖറയിലെ 35-ാമത്തെ വചനത്തിൽ പറയുന്നത്, ആദമേ, നീയും നിന്റെ ഇണയും സ്വർഗത്തിൽ താമസിക്കുകയും അതിൽ നിങ്ങൾ ഇച്ഛിക്കുന്നിടത്ത് നിന്ന് സുഭിക്ഷമായി ഇരുവരും ഭക്ഷിച്ചു കൊള്ളുകയും ചെയ്യുക. എന്നാൽ ഈ വൃക്ഷത്തെ നിങ്ങൾ സമീപിച്ചു പോകരുത്, എങ്കിൽ നിങ്ങൾ ഇരുവരും അതിക്രമകാരികളായി തീരും എന്ന് നാം ആജ്ഞാപിച്ചു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആദ്യ പിതാവായ ആദം നബിയെയും ഹവ്വ ബീവിയെയും സ്വർഗത്തിലേക്കാണ് എന്ത് ചെയ്തത്? പ്രവേശനം നൽകിയത്.
എന്നിട്ട് പറഞ്ഞു, ഇവിടെയുള്ള എല്ലാം നിങ്ങൾക്കുള്ളതാണ്, സുഭിക്ഷമായി ഭക്ഷിച്ച് സന്തോഷത്തോടുകൂടി കഴിഞ്ഞുകൊള്ളുക. പക്ഷെ ആ വൃക്ഷത്തിൽ എന്ത് ചെയ്യരുത്, നിങ്ങൾ സമീപിക്കരുത്, എങ്കിൽ നിങ്ങൾ എന്തായി പോകും എന്ന് പറഞ്ഞു, നിങ്ങൾ അതിക്രമകാരികളായി തീരും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല താക്കീത് നൽകി. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ഒരു ചരിത്രം, അത് നമ്മൾ എന്നും ഓർക്കുന്നത് നല്ലതാണ്. എന്നാൽ പിശാച് അവരെ അതിൽ നിന്ന് വ്യതിചലിപ്പിച്ചു. അവർ ഇരുവരും ആ അനുഭവിച്ചതിൽ നിന്ന്, സൗഭാഗ്യത്തിൽ നിന്ന് അവരെ പുറന്തള്ളുകയും ചെയ്തു. നാം അവരോട് പറഞ്ഞു, നിങ്ങൾ ഇറങ്ങിപ്പോകൂ, നിങ്ങൾ ചിലർക്ക് ശത്രുക്കളാകുന്നു, നിങ്ങൾക്ക് ഭൂമിയിൽ ഒരു നിശ്ചിത കാലം വരേക്കും വാസസ്ഥലവും ജീവിത വിഭവങ്ങളും ഉണ്ടായിരിക്കും. സഹോദരങ്ങളെ, പിന്നീടുള്ള ചരിത്രത്തിൻ്റെ ദർശനമാണ് നമ്മൾ കാണുന്നത്. നമ്മൾ ഭൂമിയിലേക്ക് നിയോഗിക്കപ്പെട്ടു. ആദം നബിയും ഹവ്വാ ബീവിയും ഒക്കെ ഭൂമിയിലേക്ക് വരപ്പെടുകയും നമ്മൾ പുറന്തള്ളപ്പെടുകയും ചെയ്തു. എന്നാൽ ഇത് നിത്യമായി വസിക്കേണ്ട സ്ഥാനമല്ലെന്നും ഇത് ശാശ്വതമല്ലെന്നും ഇത് നശ്വരമാണെന്നും ഇവിടെ നമുക്ക് നൽകപ്പെടുന്ന കാര്യങ്ങൾ ശ്രദ്ധേയമായ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ എടുത്തു കാണിച്ചു തരികയാണ്. നാം മനസ്സിലാക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അനന്തരം ആദം തൻ്റെ രക്ഷിതാവിങ്കിൽ നിന്ന് ചില വചനങ്ങൾ സ്വീകരിച്ചു. ആ വചനങ്ങൾ മുഖേന പശ്ചാത്തപിച്ച ആദമിന് അല്ലാഹു പാപമോചനം നൽകി. അവൻ പശ്ചാത്താപം ഏറെ സ്വീകരിക്കുന്നവനും കരുണാനിധിയും അത്രയെന്നാണ്. ഇതിൽ നമുക്കൊരു ഗുണപാഠമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആര് എന്ന് പറഞ്ഞതിനാണ്. അവൻ പശ്ചാത്താപം സ്വീകരിക്കുന്നവനും അതുപോലെ ഏറെ കരുണയുള്ളവനുമാകുന്നു എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്താണ് നമ്മൾ ചെയ്യേണ്ടത് സഹോദരങ്ങൾ? നമ്മൾ നോമ്പിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പുകാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ, 2 സന്തോഷങ്ങളുടെ വേള പറഞ്ഞു. ഒന്നെന്താണ്? നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ ഉണ്ടാവുന്ന, തീർച്ചയായും അതൊരു വലിയ സന്തോഷമാണ്. കാരണം വിശന്ന് വലഞ്ഞ് ദാഹിച്ചിരിക്കുന്ന നാവുകൾക്കൊരു അലിവ് കിട്ടുക, ഒരു നുണയാൻ കുറച്ച് വെള്ളം കിട്ടുക എന്ന് പറയുന്നത് വലിയ സന്തോഷമുളവാക്കുന്ന കാര്യമാണ്. അതേ റബ്ബ് തന്നെ പറഞ്ഞു, നിങ്ങൾക്ക് രണ്ടാമതൊരു സന്തോഷമുണ്ട്, എന്നെ കണ്ടുമുട്ടുമ്പോൾ എന്നാണ്. സഹോദരങ്ങൾ, എന്താണ് ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് അള്ളാഹിനെ കാണണമെങ്കിൽ, റബ്ബ് സുബ്ഹാനഹു വ തആലയെ കാണാൻ ഭാഗ്യം ലഭിക്കണമെങ്കിൽ എന്തുണ്ടാവണം? നമുക്ക് സ്വർഗത്തിൽ കടന്നാലേ ചാൻസ് ഉള്ളൂ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കാണുക എന്ന് പറഞ്ഞാൽ ഈ നോമ്പ് കൊണ്ട് നാം നേടിയെടുക്കുന്ന ആ ഒരു തഖ്വ, ആ ഒരു ഭയഭക്തി, അത് നമ്മളിൽ ഉണ്ടാവേണ്ടതുണ്ട്. ആ നോമ്പുകാർക്കുള്ള സൗഭാഗ്യമാണ് എന്ത്? അവർക്ക് അവരുടെ റബ്ബിനെ കാണാൻ സാധിക്കുമെന്നുള്ളത്. അപ്പോൾ റബ്ബിനെ കണ്ടുമുട്ടാൻ ഈ നോമ്പ് കൊണ്ട് സാധ്യമാകുമെങ്കിൽ കഴിവിൻ്റെ പരമാവധി ഞാനും നിങ്ങളും നാവിനെ സൂക്ഷിക്കുകയും റബ്ബ് കാണിച്ചു തന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പഠിപ്പിച്ചു തന്ന രീതിയിൽ നമ്മുടെ നോമ്പിനെ ആക്കുവാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. കളവ് പാടില്ല, മറ്റുള്ളവരെ ആക്ഷേപിക്കാൻ പാടില്ല, അവനില്ലാത്തപ്പോൾ അവൻ്റെ കുറ്റങ്ങളോ കുറവുകളോ വേറൊരാളോട് പറയാൻ പാടില്ല. ഇതെല്ലാം എന്താണ്? നാം നോമ്പിൽ സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ്. എന്നിട്ട് നമ്മുടെ ഖുർആൻ പറഞ്ഞിരുന്നത് വേറെന്താണ്? അനന്തരം ആദം നബി അലൈഹിസ്സലാമിന് അത് പറഞ്ഞു കൊടുത്തു. ആ പശ്ചാത്താപത്തിൻ്റെ വാക്കുകൾ പറഞ്ഞു കൊടുത്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണെന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, ഇനി ഞാനും നിങ്ങളും ഒന്ന് ചിന്തിക്കേണ്ട ഒരു വിഷയം, നമ്മൾ എത്ര പേരുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദിവസവും ദൈനംദിനേന അസ്തഗ്ഫിറുല്ലാഹ് എന്നൊരു 100 തവണ ചൊല്ലുന്നവർ? നമ്മൾ വിലയിരുത്തി മനസ്സിലാക്കേണ്ടതാണ്. ഈ ലോകം ശാശ്വതമല്ലെന്ന് ഖുർആൻ പറഞ്ഞു. നമ്മൾ ഇവിടുന്ന് വിട പറയേണ്ടവരാണ്. മരണമെന്ന യാഥാർത്ഥ്യത്തോടു കൂടി ഈ ലോകം വിട പറയും നമ്മൾ. എന്നാൽ നമ്മളിൽ എത്ര പേരുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന പശ്ചാത്താപം ചോദിക്കുന്നവർ? നമ്മൾ ആത്മാർത്ഥമായി പശ്ചാത്താപിക്കുകയാണെങ്കിൽ കാരുണ്യവാനെ അല്ലാഹു പുറത്തു തരാൻ തയ്യാറാണ്. പക്ഷെ നമ്മളിൽ അധിക പേരും ലജ്ജാകരമെന്ന് പറയട്ടെ, അല്ലെങ്കിൽ എന്താ പറയുക, ഇത്രയും നല്ല സൗകര്യങ്ങൾ നൽകപ്പെട്ടിട്ടും ആ റബ്ബിനോട് പശ്ചാത്തപിച്ച് മടങ്ങാൻ നമ്മുടെ നാവുകളെ ഉപയോഗിക്കുന്നതിൽ നമ്മൾക്ക് വീഴ്ച വരുന്നുണ്ടോ എന്ന് ഞാനും നിങ്ങളും പരിശോധിക്കണം. എന്നിട്ട് ഖുർആൻ പറഞ്ഞു, നാം പറഞ്ഞു, നിങ്ങൾ എല്ലാവരും അവിടെ നിന്ന് ഇറങ്ങിപ്പോവുക. എന്നിട്ട് എൻ്റെ പക്കൽ നിന്ന് മാർഗദർശനം നിങ്ങൾക്ക് വന്നെത്തുമ്പോൾ എൻ്റെ ആ മാർഗദർശനത്തെ ആര് പിൻപറ്റുന്നവരോ അവർക്ക് ഭയപ്പെടേണ്ടതില്ല, അവർക്ക് ദുഃഖിക്കേണ്ടി വരികയുമില്ല എന്നാണ്. ഇത് വളരെ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞിരുന്ന കാര്യം. നമ്മൾക്കറിയാം, ആദം നബിക്ക് ശേഷം ഒരുപാട് പ്രവാചകന്മാർ ഈ ലോകത്തേക്ക് നിയുക്തമായിട്ടുണ്ട്. അതിൽ അന്തിമനായി കടന്നു വന്ന പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. പ്രവാചകന് മുമ്പും ഒരുപാട് സമുദായങ്ങൾ ഇതേപോലെ ഏകനായ സ്രഷ്ടാവിന് കീഴടങ്ങി ജീവിക്കാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടവരാണ്. അവർക്ക് വ്രതാനുഷ്ഠാനങ്ങൾ ഉണ്ടായിരുന്നു. ഇതേപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട, നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ കാലഘട്ടം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റി ജീവിക്കേണ്ടവരാണല്ലോ നമ്മൾ ആരാണോ ആ മാർഗദർശനം അനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തുന്നത്, അവർക്കെന്തുണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞെന്നാണ്, ഭയപ്പെടേണ്ടതില്ല, അവർ ദുഃഖിക്കേണ്ടി വരികയുമില്ല എന്നാണ്. ശാശ്വതമായ പരലോകം, സ്വർഗം നമ്മൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമ്മളിൽ ആരുണ്ട് അത് നേടുവാൻ വേണ്ടി പ്രവർത്തനങ്ങൾ ഉണ്ടാക്കുന്നവർ? അവർ വിജയിച്ചു. നമ്മുടെ ഈ നോമ്പ് നാം നിസ്സാരമായി കാണേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വാക്കുകൾ ധാരാളമാണ്. അത് നിങ്ങൾ പലപ്പോഴും ഇവിടുത്തെ ക്ലാസ്സുകൾ ശ്രവിച്ചിട്ടുമുണ്ടാവും.
റബ്ബ് പറഞ്ഞ എന്താണ്? നോമ്പ് ആദമിൻ്റെ സന്തതികളുടെ കർമ്മങ്ങൾക്ക് ഞാനാണ് പ്രതിഫലം. ഒരുപാട് പ്രതിഫലങ്ങളെ കുറിച്ച് പറഞ്ഞു. 700 തവണ വരെ പ്രതിഫലങ്ങളുണ്ടെങ്കിലും നോമ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ റബ്ബ് പറഞ്ഞത് എന്താണ്? ആ നോമ്പ് എനിക്ക് വേണ്ടി എന്നാണ്. നമ്മൾ നോമ്പെടുക്കുക ആർക്ക് വേണ്ടിയിട്ടാണ്? അള്ളാഹു സുബ്ഹാന തആലയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ റബ്ബ് പറഞ്ഞു അത് എനിക്ക് വേണ്ടിയാണ്, അതിൻ്റെ പ്രതിഫലവും ഞാൻ നൽകും എന്നാണ്. ആലോചിച്ച് നോക്കിയ സഹോദരങ്ങളെ, വിശാലമായ ബൃഹത്തായ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് സംവിധാനിച്ച് പരിപാലിക്കുന്ന അള്ളാഹു സുബ്ഹാന തആല പറയാണ് അതിൻ്റെ പ്രതിഫലം ഞാൻ നൽകുമെന്ന് പറയുമ്പോൾ ആ അത്യുദാരനായ റബ്ബ് നൽകുന്ന പ്രതിഫലം എന്താണ്? റബ്ബ് നേരത്തെ പറഞ്ഞത് നമ്മൾ വായിക്കേണ്ടതുണ്ട്. എന്താണ്? 2 സന്തോഷങ്ങളുടെ അവസരങ്ങൾ അല്ലേ? ആ രണ്ടാമത്തെ സന്തോഷം റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ എന്ന് പറഞ്ഞത് സ്വർഗമാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മളുടെ നോമ്പിനെ നാം വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ടതുണ്ട്. നാവ് പിഴയ്ക്കാതെ, നുണ പറയാതെ, മറ്റുള്ളവരെ നോവിക്കാതെ അള്ളാഹു സുബ്ഹാന തആല നൽകി ഈ ഒരു സമയത്ത് സംയമനം പാലിച്ചുകൊണ്ട് നമ്മൾ പോയാൽ സ്വർഗത്തിൻ്റെ അവകാശികളാണ്. സ്വർഗമെന്ന് പറയുന്നത് ഇന്നോ നാളെ കൊണ്ട് തീർന്നു പോകുന്നതല്ല, അത് നിന്നെന്നും നിത്യജീവന്റെ നിത്യമായി വസിക്കേണ്ട സുഖാനുഭൂതികളുടെ സ്വർണ്ണ നൂലുകൊണ്ട് മെടഞ്ഞ കട്ടിലുകളും അതുപോലെ തന്നെ ഒരുപാട് പൂങ്കാവനങ്ങളും അതേപോലെ ഒരുപാട് ഭക്ഷ്യസമൃദ്ധമായ ഒരു ലോകം ആരും ഒരു നാളും കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത, കാരണം നമ്മൾ പോയിട്ടില്ല. ഇനി അവിടേക്കാണ് നമ്മൾക്ക് പോകേണ്ടത്. അതിനുവേണ്ടി നാം ആത്മാർത്ഥമായി ഒരുങ്ങേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാന തആല പറഞ്ഞ ഈ സൂറത്തുൽ ബഖറയിലെ വചനങ്ങൾ നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരേണ്ടതുണ്ട്. ഇത് ചരിത്രം ഓർമ്മപ്പെടുത്തിയതാണ്. സ്വർഗത്തിൽ നിന്ന് നമ്മൾ പുറംതള്ളപ്പെടുകയും പിന്നീട് പശ്ചാത്തപിക്കുക, ആ പശ്ചാത്താപം ആദം നബി അലൈഹി സ്വലാമിന് സ്വീകരിക്കുകയും പിന്നീട് തലമുറകളായി വന്നവർ വ്യതിചലിച്ചപ്പോൾ സ്രഷ്ടാവിനെ ആരാധിക്കുന്നതിൽ നിന്ന് പിന്മാറിപ്പോയപ്പോൾ അവരെ സ്രഷ്ടാവിലേക്ക് ക്ഷണിക്കുവാൻ വേണ്ടി പ്രവാചകന്മാർ നിയുക്തമാവുകയും ഒരുപാട് പ്രവാചകന്മാരിൽ അന്ത്യപ്രവാചകനായി വന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആ കർത്തവ്യം തന്നെയാണ് നിർവഹിച്ചത്. ജനങ്ങളെ ഏകനായ സ്രഷ്ടാവിനെ ആരാധിക്കാൻ വേണ്ടി വിളിച്ചു. ഇനി സശ്രദ്ധം നിങ്ങൾ ശ്രവിക്കേണ്ട ഒരു കാര്യം, അല്ലാഹു സുബ്ഹാന തആല മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, അവനോട് മാത്രമേ സഹായം ചോദിക്കാൻ പാടുള്ളൂ എന്ന് പറയപ്പെടുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട നമ്മുടെ മുസ്ലിം ഉമ്മത്ത്, അതിൽ ഒരുപാട് പേർ റബ്ബിനെ മാത്രമല്ലാതെ റബ്ബിൻ്റെ കൂടെ പങ്കു ചേർക്കുന്നൊരവസ്ഥ ഉള്ള ഒരവസ്ഥയും സംജാതമാണ്. നമ്മളതിനെ കാണാൻ കഴിയില്ല. കാരണം ആ പ്രകൃതി അത് ശിർക്കാണ്. റബ്ബിനോട് കൂടി പങ്കു ചേർക്കുക എന്ന് പറഞ്ഞതോടുകൂടി എന്തായി? ശിർക്കാണ്. സഹോദരങ്ങളെ, നമ്മുടെ കഴുത്തിലൊരു തകിടും കൂടുമോ അല്ലെങ്കിൽ ഒരു ജപിച്ച് കെട്ടിയ ചരടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും നമ്മുടെ ഇളിയിലോ കഴുത്തിലോ കയ്യിലോ ഉണ്ടെങ്കിൽ അതെന്താണ്? അത് റബ്ബിനോട് പങ്കു ചേർത്തതാണ്, ശിർക്കാണ്. അഗാധമായ നരകത്തിലേക്ക് എന്നേക്കും വലിച്ചെറിയപ്പെടുന്ന പ്രവർത്തനമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് നമ്മൾ വലിച്ചെറിയേണ്ടതാണ്. റബ്ബ് സുബ്ഹാന തആല മതം പഠിപ്പിച്ചു തന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയാണ്. ആ പ്രവാചകൻ പഠിപ്പിച്ച ചര്യയിൽ ഏതൊക്കെ ഉണ്ടോ അത് പിൻപറ്റാൻ ഞാനും നിങ്ങൾ ശ്രമിച്ചാൽ മാത്രമേ നമുക്ക് സ്വർഗം കരഗതമാകാൻ സാധിക്കുകയുള്ളൂ. ആരെങ്കിലും പഠിപ്പിച്ച ഇന്നയാൾ പറഞ്ഞതുകൊണ്ടോ ഇന്ന പ്രസ്ഥാനം പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ ഇവിടെ നോമ്പ് തുറക്കുന്നവർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ടോ അല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണോ എൻ്റെ ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ടത് പഠിപ്പിച്ചു, അത് പോയി കഴിഞ്ഞു. ഇനി അതിലൊന്ന് കൂട്ടുവാനോ കുറയ്ക്കുവാനോ എനിക്കോ നിങ്ങൾക്കോ അധികാരമില്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൽ പഠിപ്പിക്കപ്പെട്ട രീതിയിൽ ഏറ്റവും ശക്തമായി പഠിപ്പിച്ച ഒന്നാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആരാധനയ്ക്ക് അർഹനായവൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. ആ ആരാധനയുടെ കൂടെ നമ്മൾ ആരെങ്കിലും പങ്കു ചേർത്താൽ ഷിർക്ക് ചെയ്തവനെ പോലെയാണ്. മരിച്ചു മൺമറഞ്ഞു പോയവരോടുള്ള വിളിച്ചു പ്രാർത്ഥന, അതുപോലെ തന്നെ കഴുത്തിലും കയ്യിലും കെട്ടുന്ന ചരടുകൾ വീട്ടിൽ ചിലപ്പോൾ എഴുതി തൂക്കാറുണ്ട്, കെട്ടിത്തൂക്കാറുണ്ട്. ഇത് ഈ വീടിൻ്റെ ഐശ്വര്യമാണെന്ന് പറഞ്ഞ് കെട്ടിത്തൂക്കുന്ന ഇത്തരത്തിലുള്ള പരിപാടികൾ ഇസ്ലാമിന് അന്യമാണ്. അത് നരകത്തിലേക്കുള്ള വഴികളാണ്, നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ സമയം വളരെ ചുരുങ്ങിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിൽ നിന്നുകൊണ്ട് പറയാൻ, റമദാൻ നമ്മളോട് വിട പറയാൻ ഇനി ഏതാനും ചില ദിനരാത്രങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ ലൈലത്തുൽ ഖദറിലേക്കുള്ള ഒരു പുരുഷായുസ് കൊണ്ട് നേടാൻ കഴിയുന്ന പുണ്യങ്ങൾ ഒരു രാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുന്നു. സുഹൃത്തുക്കളെ, അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങേണ്ടതുണ്ട്. ആ രാവിനെ നമ്മൾ കാണേണ്ടതുണ്ട്. നമ്മൾ പ്രത്യേകിച്ച് ലൈലത്തുൽ ഖദറിൻ്റെ രാവിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുകയും അത് കിട്ടുവാനും ആ സൗഭാഗ്യവാന്മാരിൽ നമ്മൾ ഉൾപ്പെടാനും നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിക്കേണ്ട ഈ അവസരത്തെ നമ്മൾ മുതലെടുക്കേണ്ടതുണ്ട്. അത് ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. നമ്മൾ നന്നായി പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥന നിങ്ങളോട് ഞാൻ പറഞ്ഞു. നമ്മൾക്ക് പോകേണ്ടത് ആ സ്വർഗത്തിലേക്കാണ്. ഏത് സ്വർഗത്തിലേക്ക്? ഏത് സ്വർഗത്തിലേക്കാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ, ആ അനുചരന്മാർ പോയ സ്വർഗത്തിലേക്ക്. സാന്ദർഭികമായ ഒരു സഹാബിയുടെ ചരിത്രം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുകയാണ്. നമ്മൾ അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ കുറച്ച് ആൾക്കാർ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു അതിഥി കടന്നു വന്നു.
ഭക്ഷണം ചോദിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതിഥിയായി വന്ന് അദ്ദേഹത്തെ സ്വീകരിക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്വേഷിച്ച് നോക്കി, വീട്ടിലെവിടെയെങ്കിലും ഭക്ഷണമുണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് കൂട്ടുവാൻ. പക്ഷേ സഹോദരങ്ങളെ, നമുക്ക് യഥേഷ്ടം കഴിക്കുവാനും മാറാൻ ഉടുപ്പുകളും അതുപോലെ വിശ്രമിക്കാൻ വലിയ സദനങ്ങളും ഒക്കെ നമുക്കുണ്ട്. പക്ഷേ ആ പ്രവാചകൻ, കാരുണ്യത്തിൻ്റെ പ്രവാചകനെ, ആ അതിഥിയെ സൽക്കരിക്കാൻ ഭക്ഷണമില്ലാത്ത ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ സഹാബികളുടെ ഇടയിൽ നോക്കുന്നുണ്ട്, ആരും തയ്യാറാകുന്നില്ല. കാരണം അവരുടെ അവസ്ഥ അതുപോലാണ്. അതിൽ ഒരു സഹാബി മുന്നോട്ട് വന്നു, അബൂ തൽഹ റളിയല്ലാഹു അൻഹു. ആ സഹാബി കടന്നു വന്നിട്ട് പറഞ്ഞു, റസൂലുള്ളാഹ്, ഞാൻ സ്വീകരിച്ചിരിക്കുന്നു ഈ അതിഥിനെ, ഞാൻ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞു. കൊണ്ടുപോയി വീട്ടിൽ ചെല്ലുമ്പോൾ ഭാര്യയോട് ചോദിച്ചു, എന്താ ഉള്ളത് ഇവിടെ കഴിക്കാൻ? അവിടെയും സ്ഥിതി ഇതേപോലെ തന്നെയാണ്. മക്കൾക്ക് കൊടുക്കാനുള്ള ചെറിയൊരു ഭക്ഷണം മാത്രമേ ഇവിടെ ബാക്കിയുള്ളൂ. നിങ്ങൾക്ക് കഴിക്കാനോ എനിക്ക് കഴിക്കാനോ പോലും ഭക്ഷണമില്ല. എങ്ങനെ നമ്മൾ അതിഥിക്ക് കൊടുക്കുക എന്നാണ്. സ്വാഭാവികമായിട്ടും നമ്മുടെ വീടുകളിലൊക്കെ ചർച്ച വരിക എന്താണ്, ഇവിടെ ഭക്ഷണമില്ല, അതുകൊണ്ട് കൊടുക്കാൻ കഴിയില്ല എന്നാണ് പറയാം. പക്ഷേ നമ്മൾ പഠിക്കേണ്ട ഒരു പാഠം, ഈ മുസ്ലിം ഉമ്മത്ത് ഉൾക്കൊള്ളേണ്ട ഒരു പാഠം, സ്നേഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ മതം പഠിപ്പിച്ചൊരു പാഠം ഈ അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ആ അബൂ തൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ ഭക്ഷണം വിളമ്പുക, ആ അതിഥിക്ക് നമ്മൾ കൊടുക്കുക, നമ്മൾ പട്ടിണി കിടന്നാലും വേണ്ടില്ല. പക്ഷേ എനിക്കും നിങ്ങളൊരു പാത്രം എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, പ്രകാശത്തിൻ്റെ വെളിച്ചത്തെ നിങ്ങൾ ഇരുട്ടുള്ളതാക്കുക, എന്നിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പ്രകാശം കാണിച്ചു വെക്കുക. ഞാൻ എൻ്റെ ഭക്ഷണം കഴിക്കുന്ന ഈ പാത്രത്തിൽ നിന്ന് കാണിച്ചു കൊള്ളാം, ഭക്ഷണമില്ലാത്ത പാത്രത്തിൽ കൈയിട്ട് കഴിക്കുന്ന പോലെ കാണിച്ചുകൊണ്ട് അതിഥിയെ ബഹുമാനിച്ചുകൊണ്ട് ആ ഉള്ള ചെറിയ ഭക്ഷണം അതിഥിക്ക് നൽകുന്ന ഇത്രയും മഹോത്തരമായൊരു ദീനിൻ്റെ വക്താക്കളാണ് നമ്മൾ. നമ്മുടെ ജീവിതത്തിൽ സംസാരിക്കുന്ന എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇത്തരത്തിലുള്ള സ്നേഹം നമുക്കില്ലെങ്കിൽ, അന്യോന്യം മുസ്ലിങ്ങൾ തമ്മിൽ തർക്കിക്കുകയും കുതർക്കങ്ങൾ ഏർപ്പെടുന്നതും ചെല്ലുന്നതിന് പകരം സ്നേഹസമ്പന്നരായി കഴിയാൻ നമ്മൾ കഴിയേണ്ടതുണ്ട്. അബൂ തൽഹ റളിയല്ലാഹു അൻഹു ഈ ഭക്ഷണം നൽകി, അദ്ദേഹം ഒന്നും കഴിക്കാതെ അതിഥിക്ക് ഭക്ഷണം വിളമ്പി കൊടുത്തു. അതിഥി അത് കഴിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് ചോദിച്ച കാര്യം, അബൂ തൽഹ, അല്ലാഹു സുബ്ഹാനഹു വ തആല താങ്കളിൽ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. ആ സന്തോഷം അതെത്ര വലുതാണ് സഹോദരങ്ങളെ. ആരാണ് റബ്ബ്? നമ്മൾ ലോകത്തെക്കുറിച്ച് പഠിക്കുമ്പോഴാണ് മനസ്സിലാവുക റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വലിപ്പവും മഹാത്മ്യവും നമുക്ക് മനസ്സിലാവുക. ആ റബ്ബ് ഈ ഒരു മനുഷ്യനിൽ തൃപ്തിപ്പെടുക. ഈ സഹാബികൾ പോയ സ്വർഗത്തിലേക്കാണ് നമ്മൾ പോകേണ്ടത്. നമുക്ക് വേണ്ടത് നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരുള്ള സ്നേഹം, കാരുണ്യം, മറ്റുള്ളവൻ്റെ പ്രയാസങ്ങൾ ഒപ്പിയെടുക്കാൻ, ആ പ്രശ്നങ്ങൾക്ക് പരിഹരിക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ നമ്മളതിൽ സഹകരിക്കുകയും ചെയ്യേണ്ടവരായി മാറേണ്ടതുണ്ട്. ഈ റമദാൻ മാസത്തിലെ നോമ്പ് ഇത്തരത്തിലുള്ള മാനസിക പരിവർത്തനങ്ങൾ ആന്തരികമായി ഉണ്ടായിക്കൊണ്ട് നല്ലൊരു നന്മയിൽ വർത്തിക്കുന്ന മനുഷ്യരായി മാറാൻ എന്നെ നിങ്ങളെ സഹായിക്കേണ്ടതുണ്ട്. അങ്ങനെ നമ്മൾ ആയിത്തീർന്നാൽ അൽഹംദുലില്ലാഹ്, ഈ റമദാൻ കൊണ്ട് നമ്മൾ നേടിയെടുത്തു ആ പുണ്യങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള പുണ്യങ്ങൾ നേടുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ അവരെ ഉൾപ്പെടുത്തുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ആമീൻ. അതുപോലെ സാന്ദർഭികമായി ഇവിടെ കുറച്ച് ഉറുദു സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം ചില സുന്നത്തുകൾ ഞാൻ നിങ്ങളുടെ ഓർമ്മയിൽപ്പെടുത്താൻ ആഗ്രഹിക്കണം. നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ ബിസ്മില്ല പറഞ്ഞ് തന്നെ നോമ്പ് തുറക്കണം. വല്ലാത്ത ഒരു പ്രാർത്ഥനയാണ് ബിസ്മില്ല എന്നുള്ളത്. വലത് കൈ തന്നെ നമ്മൾ കുടിക്കാനും കഴിക്കാനും നമ്മൾ ഉപയോഗിക്കണം. എൻ്റെ പ്രവാചകൻ വലത് കൈകൊണ്ട് കഴിച്ചു, എൻ്റെ പ്രവാചകൻ വലത് കൈകൊണ്ട് കുടിച്ചു. അതുകൊണ്ട് ഞാനും ഇനി മുതൽ വലത് കൈകൊണ്ട് കഴിക്കുകയും കുടിക്കുകയും ചെയ്യും. സാധാരണ പറയാറുള്ളത് കയ്യിൽ എച്ചില് പറ്റില്ല ഗ്ലാസ്സിൽ നിന്നാണ്. നമ്മൾ കഴിക്കുന്നതിനകത്ത് എന്തെച്ചില ഉള്ള സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന മാതൃക നമ്മൾ പിൻപറ്റുക. കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹി അല്ലദീ അത്അമനി ത്വഅമ വറസഖ്നീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ എന്നുള്ള പ്രാർത്ഥന പറ്റിയില്ലെങ്കിൽ അൽഹംദുലില്ലാഹ് എന്നെങ്കിലും പറഞ്ഞാൽ റബ്ബ് പറയും എൻ്റെ അടിമ എന്നെ പ്രകീർത്തിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾക്ക് ഈ ഭക്ഷണം ഒരുക്കി തന്നവരുണ്ട്, ഈ സജ്ജീകരണങ്ങൾ ചെയ്യുന്ന ഒരുപാട് സഹോദരങ്ങൾ ഇവിടെ ഉണ്ട്. അവർക്ക് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഈ പ്രാർത്ഥനകളെല്ലാം നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവണം. നമ്മൾ പ്രാർത്ഥിക്കുക. റബ്ബിനോട് കൂടുതൽ പ്രാർത്ഥിക്കുന്നവരെയും പശ്ചാത്തപിക്കുന്നവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ ഇഷ്ടപ്പെടുന്നവരാണ്. സാന്ദർഭികമായ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ കയ്യിലെല്ലാം, അധികം ആൾക്കാരുടെ കയ്യിലും സ്മാർട്ട് ഫോൺ ഉണ്ടാവും, മൊബൈൽ ഫോൺ. എല്ലാവരും സ്മാർട്ട് ഫോണിൻ്റെ ആൾക്കാരാണ് അധികവും. ഇതിൽ അൽഹംദുലില്ലാഹ് ഒരുപാട് നന്മയിലേക്ക് പോകാനുള്ള വഴികളുണ്ട്. അതുപോലെ തന്നെ തിന്മയുടെ കേദാരങ്ങളുടെ വാതായനങ്ങൾ തുറന്നുകൊണ്ട് ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത, തിന്മയിൽ അഗാധമായി പോകുന്ന, അതിൽ ആണ്ടുപോകുന്ന അവസ്ഥയിലേക്ക് എത്താൻ പറ്റുന്ന സംവിധാനങ്ങളും ഇതിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ ബിസ്മില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തുടങ്ങുകയാണെങ്കിൽ റബ്ബിൻ്റെ കാവൽ അതിനുണ്ടാവും. അതേപോലെ സാന്ദർഭികമായി പീസ് റേഡിയോ എന്നൊരു കോൺസെപ്റ്റ് ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് അതിനെ കൂടുതൽ പരിചയപ്പെടാം. മൊബൈലിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയാൽ പീസ് റേഡിയോ എന്നടിച്ചാൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന 24 മണിക്കൂറും 52ഓളം ഇനം പരിപാടികളുണ്ട്. ഇസ്ലാമിനെ കുറിച്ച് അറിയാനും പഠിക്കാനും ഖുറാനുമായും അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായി നല്ലൊരു അടുപ്പം ഉണ്ടാവാനും
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചരിത്രത്തെ പിൻപറ്റി ജീവിക്കാനുമുള്ള ഒരുപാട് നല്ല ഗൈഡ് ലൈൻസ് അടങ്ങുന്ന പീസ് റേഡിയോ നിങ്ങളുടെ മൊബൈൽ ആപ്പിൽ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. 24 hours നിങ്ങൾക്ക് റമദാനിലും അതുപോലെ റമദാൻ കഴിഞ്ഞും ഉപയോഗിക്കാവുന്ന പ്രോഗ്രാമുകൾ അതിലുണ്ട്. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയാണ്.